എടി പുഷ്പേ, എടി നീ ആ അമ്മ ഉണ്ടെന്ന് പറഞ്ഞൊരു പിണ്ടി കൊണ്ടു വെച്ചിട്ടുണ്ടല്ലോ, അടുത്ത് അപ്പുറത്തോട്ടെങ്ങാനും കയറി. എന്തിനാ എടി ഇതൊക്കെ എന്നാ ഇവിടെ കൊണ്ടു വയ്ക്കുന്നത്? അത് നല്ല സാധനാന്ന് അമ്മ പറഞ്ഞേ. ആ നല്ല സാധന, എന്നാ വല്ല പശുവിനും വെട്ടി കൊടുക്കുക. സഞ്ജു പറഞ്ഞായിരുന്നു അത് വയറ്റിലെ അഴുക്കൊക്കെ പോകും, നല്ല സാധന. പിന്നെ നിങ്ങൾക്ക് ജ്യൂസ് മേടിച്ചു തരാം, വണ്ണെല്ലാം കുറയട്ടെ. സഞ്ജു ആണല്ലോ ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത്, അവൻ ആയുർവേദം പാസ്സായതാണല്ലോ. എടി അവൻ ഈ മരത്തെക്കുറിച്ചും ഇലയെക്കുറിച്ചും മണ്ണിനെ കുറിച്ചും ഒക്കെ അല്ലേ പഠിച്ചത്. അപ്പൊ പിന്നെ ഇത് മണ്ണിലൊന്നും ഉണ്ടാകുന്നതല്ലേ, എടുത്ത് വരുന്നത്. നിന്റെ ഇഷ്ടം പോലെ ചെയ്യും, കളഞ്ഞാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ അത് പുഴുങ്ങി തിന്നും എല്ലാവരും കൂടെ. ആ അത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയുടെ വായിന്ന് ഞാൻ കേട്ടിട്ട് ഇവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാവും. പണ്ടൊക്കെ ഞാനിത് കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാ. പക്ഷെ പണ്ടത്തെ കാര്യം നീ പറയണ്ട. പണ്ട് നിന്റെ മുടി ഇത്ര ചുരുങ്ങിയിട്ടില്ല, പണ്ട് നിന്റെ മൂക്ക് ഇത്ര മെലിഞ്ഞിട്ടില്ല, എട്ടും പൊട്ടും തിരിയാത്ത പുഷ്പയുടെ നാവ് ഇത്രയും വലുതായി നീണ്ടിട്ടില്ലായിരുന്നു. പണ്ടത്തെ കാര്യം നീ പറയല്ലേ. അമ്മേ, അച്ഛാ, എന്തുവാടി 4 കാലത്തുള്ളി തുള്ളി വരുന്നത്? എന്നാ ഭയങ്കര സന്തോഷം. അതെ, ഏ എനിക്കിവിടെ ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഭയങ്കര പരാതിയല്ലായിരുന്നേ. നിനക്ക് ജോലി കിട്ടിയാ? പറ. കിട്ടിയാ? ചെറിയൊരു ജോലി കിട്ടി. അടിപൊളി, കൺഗ്രാറ്റുലേഷൻസ്. എവിടെയാ? അതെ, എന്റെ മറ്റേ ഇതില്ലേ വ്ലോഗ്, അത് കണ്ടിട്ട് എന്നെ കുറച്ചാൾക്കാർ അഭിനയിക്കാൻ വിളിച്ചു. സിനിമയിലാണോ? അല്ല, സിനിമയിലല്ല, വെബ് സീരീസ്. മതി, അടിപൊളി, കിട്ടില്ല. നമുക്ക് അടിപ്പിച്ച് തകർക്കണം. അതൊന്നും വേണ്ട നമുക്ക്. നീ പഠിച്ച ജോലി തന്നെ മേടിച്ചാൽ മതി, അതാ നല്ലത്. അതിനാൽ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് പഠിപ്പിച്ചതല്ലേ. എന്തുവാടി ഒരു നല്ല കാര്യം കേട്ടാ സന്തോഷിക്കല്ലേ വേണ്ടത്? അതൊക്കെ നല്ല തന്നെയാ. മക്കൾ ജോലിയെല്ലാം മേടിച്ച് പിന്നെ നമുക്ക് വേണമെങ്കിൽ സിനിമയോ അല്ലെ എന്നാന്ന് ഇങ്ങനെയുള്ളതിലെല്ലാം പോവാം. പക്ഷെ ഇപ്പം വേണ്ട. ഇപ്പൊ വിളിച്ചാ പിന്നെ ഇപ്പൊ പോണ്ടേ? അല്ല, എനിക്കിഷ്ടമല്ല. പഠിച്ച ജോലി മേടിച്ചാൽ മതി, അതാ അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അടങ്ങുന്നീ എന്റെ കുഞ്ഞെ. നീ വിചാരിക്കുന്ന അല്ല ലോകം. ലോകം ഒരുപാട് മാറിപ്പോയി. പഠിത്തം ഒരു വശത്തൂടെ നടക്കും. ഇത് അവളുടെ ഒരു ജോലിയായിട്ട് കണ്ടാൽ മതി. അവൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമല്ലേ ഇത്? അങ്ങനെയല്ലേ ജോലി മേടിക്കണം, പഠിച്ച ജോലി മേടിച്ചാൽ മതി എന്ന് ഞാനും പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാരും പഠിച്ച ജോലി തന്നെയാണോ ചെയ്തോണ്ടിരിക്കുന്നത്? ആ, അത് ചെയ്താൽ മതി. ആ, ഇത്രയും പൈസയൊക്കെ കൊടുത്ത് പഠിച്ചത് വെറുതെ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് അലമാരയിൽ വെച്ച് ഇതാക്കാൻ വേണ്ടിട്ടല്ല. ഞാൻ പുഷ്പ ഒരു കാര്യം പറയാം. നീ പറയുന്ന പലതും ഞാൻ സമ്മതിച്ചു തരാറുണ്ട്. ഇത് ഞാൻ സമ്മതിച്ചു തരത്തില്ലേ? പിള്ളേരുടെ ഇഷ്ടത്തിന് വിലയുണ്ട്. ഇത് കാലം വേറെയാ. എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ ഉണ്ടായിരുന്നു. അവളുടെ ഇഷ്ടത്തിനുള്ള ജോലി അവള് ചെയ്യും. അമ്മ ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും വേറെ ജോലിക്കൊക്കെ പോയിക്കൂടെ? ഇത് എനിക്ക് ഇപ്പൊ വന്ന ഓഫർ അല്ലേ? ഇതൊന്നും പറയണ്ട. ഒരച്ഛൻ നല്ല നിലയിൽ ഞാൻ ഇവിടെ സപ്പോർട്ട് ചെയ്യും. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിൽ ഇവക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യും. എനിക്ക് എന്തായാലും ഇഷ്ടമല്ല. നിങ്ങൾ അച്ഛനും മോളും എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ പഴയ കാലത്തെ മനസ്സുകൊണ്ട് ഇങ്ങനെ നടക്കുക. നീ ധൈര്യമായിട്ടിരുന്നു. അമ്മയെ നമുക്ക് പറഞ്ഞ് സോപ്പിട്ട് മനസ്സ് മാറ്റിക്കാം. ഉറപ്പായിട്ടും? അപ്പം ഉറപ്പല്ലേ, എന്ത് സംശയം? അച്ഛനെ കൊണ്ടുപോവോ? ഞാൻ കൂടെ വരും. നിനക്ക് അഭിനയത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ട്. അത് ഞാനും അമ്മയും കൂടെ നിനക്ക് പറഞ്ഞു തരും, പഠിപ്പിച്ചു തരും. ഞാൻ കേട്ടതാ, എന്ത് കേട്ടു? പഴയ കാലത്താ നിന്റെ അമ്മ നിൽക്കുന്നേ ഇപ്പൊ എന്ന്. ഇനി അത് കുറ്റമല്ല. അത് നമ്മൾ മനസ്സ് മാറി വരാൻ കുറെ കാലം എടുക്കും. അതുകൊണ്ട് പറഞ്ഞതാ, നിന്നെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല. പിന്നെ ഇപ്പൊ എന്നെ കാണുമ്പോ എന്തിനാ ഇപ്പൊ വാക്ക് മാറ്റിയത് നിങ്ങള്? ഞാനും അമ്മയും കൂടി നിനക്ക് അഭിനയം പഠിപ്പിച്ചു തരാന്ന്. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. വേണ്ട, നീ ഇങ്ങനെ നിന്നാ മതി. ഈ അഭിനയമൊക്കെ മതി. ബാക്കി ഞാൻ പഠിപ്പിച്ചു. ഏതഭിനയം? ഇങ്ങനെയൊക്കെ നിന്നാ മതി. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് അഭിനയിച്ചിട്ട് നിൽക്കുന്നതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഓ, എനിക്ക് വഴക്കിടാൻ നേരമില്ലേ. അമ്മ, എനിക്കറിയാം അഭിനയിക്കാൻ. ആണോ? ആ, അത് നീ ഡെയിലി ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. അതായിരിക്കും ഓഫർ വന്നേ. എനിക്കുണ്ടല്ലോ, എനിക്ക് ഒരു നടിയുടെ നായികയുടെ അച്ഛനമ്മഞ്ഞ് ഒന്ന് വിലസണം. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? എടിയെ പഠിപ്പിച്ചു കൊടുത്തത് നീ പൈസ മുടക്കി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനവള് പഠിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ആ ജോലിക്ക് മാത്രമേ പോകാവൂന്ന് വാശി പിടിക്കരുതേ. ആര് പൈസ മുടക്കി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ? നീയും ഞാനും നമ്മുടെ കുടുംബം. നീ പൈസ മുടക്കി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവള് പഠിച്ചിട്ടുണ്ട്. അത് സമ്മതിച്ചല്ലോ. നീ പൈസ കയ്യിൽ നിന്ന് കൊടുത്തെങ്കിലും കുറെയൊക്കെ ഞാനും മുടക്കിയിട്ടുണ്ട്. അപ്പൊ എന്റെ പൈസ പോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ദണ്ണം ഉണ്ടാവും. എനിക്ക് അതുപോലെ പൈസ പോയിട്ടുള്ളതാ കയ്യിൽ. ഇങ്ങോട്ട് വലിച്ചെറിയുന്നതിനാ നിങ്ങൾ തല്ലുപിടിക്കണെന്തിനാ? നീ പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഞാനും മുടക്കിയിട്ടുണ്ട്. കോമാളിത്തരല്ലേ കാണിക്കുന്നത്? പൊട്ടത്തി, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം.
ഈ സിനിമയിലൊന്നും പോയി കഴിഞ്ഞാൽ ആദ്യമൊന്നും പൈസയൊന്നും കിട്ടത്തില്ല. നമ്മൾ കുറേ പൈസ ആദ്യം അങ്ങോട്ട് കളയണം, ഡ്രസ്സിനായിട്ടും അതിനായിട്ടും ഇതിനായിട്ടൊക്കെ. എങ്ങനെയാ കളയാൻ പൈസ ആരാ നിന്റെ അച്ഛൻ അച്ചടിച്ച് വെച്ചിട്ടുണ്ടാടിയടാ? ഓ അപ്പൊ പൈസ പോകുന്നതിന്റെ മുടക്ക, അതിനെ കുറിച്ച് നീ വിഷമിക്കണ്ട. വെബ് സീരീസാ, ഇവക്ക് കിട്ടിക്കോളും പൈസ. നീ അതിൽ വിഷമിക്കണ്ട. നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട, നല്ല ടീം തന്നെ വിളിച്ചേക്കണേ. നീ ധൈര്യമായിട്ടിരി കൊച്ചേ, നമുക്ക് തകർക്കാം. എനിക്ക് പൈസ ഒക്കെ തരാന്ന് പറഞ്ഞവര്, സാലറി ഒക്കെ ഉണ്ട്. അടിപൊളിയാടേ. എടി അതോർത്ത് സന്തോഷിക്കുക വേണ്ടത്, അല്ലാതെ ഈ ചില പെണ്ണുങ്ങളെ പോലെ കുശുമ്പൊന്നും വേണ്ട.